Definition of inverse function. A function f from x to y. A function f from x to y is defined to be invertible, which means that function have inverse. If the x is a function g from y to x, ഫംഗ്ഷൻ എക്സ് എന്ന വൈയിലേക്കാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ജി ഫ്രം വൈ ടു എക്സ് സച്ച് ദാറ്റ് GOF is an identity function. The combination of f and g denoted by GOF. GOF is an identity function IX and FOG is an identity function combination of G and F. FOG is an identity function. IY means identity function. Then G is called, this function G is called the inverse function of F. G is equal to F inverse. G is equal to F inverse. Also, a function is said to be invertible. A function is said to be invertible. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ if it is a bijective function. Bijective function which means 1 and 2 ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആവണമെന്ന് ജി എങ്കിൽ എഫിന്റെയും ജിയുടെയും കോമ്പസിഷൻ GOF ഐഡന്റിറ്റി ഫംഗ്ഷൻ, ജിന്റെയും എഫിന്റെയും കോമ്പസിഷൻ FOG യും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഈസ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് എഫ്. ക്ലിയർ ആക്കണേ. ദെൻ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ വിത്ത് റീസൺ the following functions have inverse. First question, f from set 1 2 3 4 to set 10. That function is defined by 110 210 310 410. Okay, ഇതില് നോക്കൂ, ഫംഗ്ഷൻ 1 2 3 4 10 110 210 310 410. ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആവണം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണം. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ബോത്ത് 1 1 ആൻഡ് ഓൺ 2. ഓക്കെ, ഈസ് ഇറ്റ് ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ? Is it is a 1 1 function? Distinct elements have distinct images in Y. That is 1 1. Here distinct elements have same image. Not 1 1. അത് എന്തല്ല? 1 1 അല്ല. So not bijective. അതുകൊണ്ട് അത് എന്തില്ല? ബൈജക്റ്റീവ് അല്ല. So F have no inverse. അതുകൊണ്ട് ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഇല്ല എന്ന് പറയാം. ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജി ഫ്രം 5 6 7 8 to 1 2 3 4 5 4 5 6 7 8 to 1 2 3 4 5 4 6 3 7 4 8. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഏതിനൊക്കെ? 5നും 7നും സെയിം ഇമേജ് ആണ്. 4 നോട്ട് 1 1 1 ആണോ? നോ. സോ നോട്ട് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ? നോ.
സോ G has no inverse. ബൈജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ 1 മോണ്ടോ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കാം. എക്സ് വൈ വൈ ടു സെറ്റ് എടുക്കുക, ഐഡന്റിറ്റി വരുന്നുണ്ടോ നോക്കാം. ഇതിൽ നല്ലത് വളരെ സിമ്പിൾ ആയിട്ട് ബൈജക്റ്റീവ് ആണോ നോക്കിയാൽ ഇൻവേഴ്സ് എടുക്കാം. ക്ലിയർ? നോട്ട്. Our third question is H from set 2, 3, 4, 5 to set 7, 9, 11, 13. H is equal to set 2, 7, 3, 9, 4, 11, 4, 11, then 5, 13. Then H. Two, 3, 4, 5, 7, 9, 11, 13. H. 2, 7, 3, 9, 4, 11, 5, 13. Here H is both 1, 1 and on 2. 1, 1. Distinct elements have distinct image. 1, 1 and on 2. All elements of Y have pre-image in X. So range is equal to codomain. F is a bijective. H is a bijective function. 1, 1 on 2 ആണെങ്കിൽ bijective function. H has inverse. H ൽ എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് H ഇൻവേഴ്സ്? H ന്റെ ഇൻവേഴ്സിന് നമ്മൾ H ഇൻവേഴ്സ് എന്ന് മാർക്ക് ചെയ്യും. എങ്ങനെ എഴുതാം? X to Y ആണെങ്കിൽ Y to X ഇൻവേഴ്സ്. നോക്കൂ, 7 to 9, 3 മനസ്സിലാവുന്നുണ്ടല്ലോ. 11, 4 and 13, 5. This is H inverse. ഇനി ഈ H ന്റെയും ഈ H ഇൻവേഴ്സിന്റെയും കോമ്പോസിഷൻ ഐഡന്റിറ്റി ആയിരിക്കും. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ഇമേജ് വരും. 2ന്റെ ഇമേജ് 2 തന്നെ വരും, 3ന്റെ ഇമേജ് 3 തന്നെ വരും, 4ന്റെ ഇമേജ് അപ്പുറത്ത് 4 വരും, 5ന്റെ ഇമേജ് 5 തന്നെ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരും. ക്ലിയർ അല്ലേ? നോട്ട്. Question. Show that F from R minus set 7 by 5 to real numbers minus set 3 by 5 is defined by f of x is equal to 3x plus 4 by 5x minus 7 and g. F from this to this and g. R minus set 3 5 to R minus set 7 by 5 defined by g of x is equal to 7x plus 4 by 5x minus 3. Then FOG is equal to IA, identity function in A. GOF is equal to identity function in B, where A is equal to R minus set 3 5. ഇതാണ് A. And B is equal to R minus set 7 by 5. അപ്പൊ ഇത് A, ഇത് B. നോക്കിയോ, R minus set 3 by 5 A, R minus set 7 by 5 B. രണ്ട് സെറ്റ്സ്. Identity of x is equal to x. IA means identity function. GOF IB. B എന്ന് എഴുതാൻ കാരണം ഇവിടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ x in B ആണ്. then മറ്റേത് A ആണ്. നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് പ്രൂവ് ചെയ്യുന്നത്. ഏതൊക്കെ? FOGയും ഐഡന്റിറ്റി ഫംഗ്ഷൻ പ്രൂവ് ചെയ്യണം, GOFും ഐഡന്റിറ്റി ഫംഗ്ഷൻ പ്രൂവ് ചെയ്യണം, F ഫ്രം B to Aയും G ഫ്രം A to B യുമാണ്. ആദ്യം നമ്മൾ FOG of X
ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഒ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലെ. എന്താണ് എഫ് ഒ ജി ഓഫ് എക്സിന്റെ ഡെഫിനേഷൻ? എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്? 7x plus 4 by 5x minus 3. Okay, this is f of 7x plus 4 by 5x minus 3. In f of x ൽ എവിടെ x കാണുന്നോ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 7x plus 4 by 5x minus 3 കൊടുക്കണം. ഇപ്പൊ ഇവിടെ എഫ് ഓഫ് 2 എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എക്സിന് വരെ നമ്മൾ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ എഫ് ഓഫ് 7x plus 4 by 5x minus 3 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനില് എവിടെ എക്സ് കാണുന്നു 3 ഇൻറ്റു എത്ര 7x plus 4 by 5x minus 3 3x plus 4 by 5 into 7x plus 4 by 5x minus 3 5x minus 7 okay 3 into 7x 21x 3 into 4 plus 12 da 5x minus 3 അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ 4 into 5x 20x minus 3 into 4 minus 12 divided by 5x minus 3 whole divided by ഇവിടെ അതേപോലെ തന്നെ 7 into 5x 35x 5 into 7x plus 5 into 4 20 minus 7 into 5x minus 35x minus 7 into minus 3 plus 21 divided by 5x minus 3 5x minus 3 5x minus 3 cancel 12 minus 12 cancel 35x minus 35x cancel then here 21x plus 20x is equal to 41x by 20 plus 21 is 41 that is FOG of x is equal to x. Okay, here FOG of x is equal to x. Here ഈ a എന്ന് പറയുന്നത് അതായത് ഈ x എന്ന് പറയുന്നത് x belongs to set A ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ വരുന്നുണ്ടോ നോക്കിയാൽ മതി. സെറ്റ് A എന്ന് പറയുന്നത് ഏതാണ്? ഇത് എഫിന്റെയും ജിയുടെയും ജിന്റെയും എഫിന്റെയും കോമ്പസിഷൻ GOF. then GOF of x is equal to G of f of x. G of f of x. G of what is f of x? 3x plus 4 by 5x minus 7 f of x. ഇനി g of x ൽ എവിടെ x കാണുന്നു അവിടെ എന്ത് കൊടുക്കുക? 3x plus 4 by 5x minus 7 7 into 3x plus 4 by 5x minus 7 7x plus 4 by 5 into x 5x അല്ലേ? x ന് എന്താ കൊടുക്കണ്ടേ? 3x plus 4 by 5x minus 7 5x minus 3 7 into 3x 21x 7 into 4 28 4 into 5x 20x 4 into minus 7 minus 28 divided by 5 into 3x 15x 5 into 4 12
20. minus 3 into 5x minus 15x minus 3 into minus 7 plus 21 divided by 5x minus 1 but divided by 5x minus 7 5x minus 7 കട്ടായി പോകും. ഓക്കെ, ഇതാ ക്യാൻസൽ ആയി. ഇവിടെയോ 15x minus 15x ക്യാൻസൽ ആയി. അപ്പൊ 21x plus 20x 41x divided by 41 is equal to x. That is GOF of x is equal to identity function വരണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Here b I means identity function. X belongs to b. What is b? R minus set 7 5. F ന്റെയും G യുടെയും കോമ്പോസിഷൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒന്ന് നോക്കി എഴുതിയെടുക്കൂ. Let f from n to y, set of natural numbers to y, be a function defined by f of x is equal to 4x plus 3, where y is equal to ഈ ക്യാപിറ്റൽ y, ഇത് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ്, then y is equal to, y നാച്ചുറൽ നമ്പർ ആണ്, y is equal to 4x plus 3. Show that f is invertible. Find the inverse. ഇവിടെ ഫംഗ്ഷൻ f of x is equal to 4x plus 3 എന്നാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഫംഗ്ഷൻ എക്സ് കോമ വൈ ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതുക. ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ, ഇവിടെ എക്സ് കോമ വൈക്ക് പകരം എന്താണ് 4x plus 3 belongs to f എന്നാണ്. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x plus 3. ഈ എക്സ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ വരുന്നതും ഈ 4x plus 3 എന്ന് പറയുന്നത് ഈ y എന്ന് പറയുന്ന സെറ്റിൽ വരുന്നതും ആയിരിക്കും. അപ്പൊ ഈ വൈക്ക് പകരമാണ് ഇവിടെ 4x plus 3 വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ കഴിഞ്ഞാൽ y is equal to 4x plus 3 എന്ന് കൊടുക്കുക. y is equal to 4x plus 3. ഇവിടുന്ന് x കാണാം. y minus 3 is equal to 4x. x is equal to ഈ 4 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ y minus 3 by 4. അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഇപ്പുറത്ത് നമ്മൾ y എന്നാണ് എഴുതുമ്പോൾ ഈ y-ന്റെ പ്രീ ഇമേജ് ആയിട്ട് വരിക y മൈനസ് 3 by 4 എന്നാണ്. y-ന്റെ പ്രീ ഇമേജ് ആയിട്ട് വരിക y മൈനസ് 3 by 4. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ വരിക. ഓക്കെ, എക്സിന് പകരം കിട്ടിയത് y മൈനസ് 3 by 4 ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇങ്ങനെ എഴുതുന്നതിനുള്ളൂ. ഈ എഫിന്റെ ഇൻവേഴ്സ് ജി ആണെങ്കിൽ ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ആണെങ്കിൽ ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ആണെങ്കിൽ ജി എങ്ങനെയാണ് വരിക? ഇത് നേരെ തിരിഞ്ഞു വരും അല്ലെ. ഇൻവേഴ്സ് പറയുമ്പോ തിരിഞ്ഞു വരുമല്ലോ. y കോമ y മൈനസ് 3 by 4 ബിലോങ്സ് ടു ദാറ്റ് ഇൻവേഴ്സ്. ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ പറഞ്ഞല്ലോ, ഇൻവേഴ്സിൽ തിരിച്ചിങ്ങോട്ടാണ് വരിക. എക്സ് ടു വൈ, വൈ ടു എക്സ് ആണല്ലോ വരിക. അപ്പൊ വൈയിൽ ഇപ്പുറത്ത് y മൈനസ് 3, ഈ y എന്ന് പറയുന്നത് ഇതാ ഈ 4x plus 3 ഈ സെറ്റിലുള്ളത്, ഈ y മൈനസ് 3 by 4 എന്ന് പറയുന്നത് പറയും നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലുള്ളത് തിരിച്ചിങ്ങോട്ടായി. അപ്പൊ നമുക്ക് എന്തെഴുതാം? g of y is equal to y minus 3 by 4 എന്ന് എഴുതാം അല്ലെ അല്ലെ. അപ്പൊ ഈ എക്സിന് പകരമാണ് ഇവിടെ എന്ത് വന്നത്? g of y. അപ്പൊ ഈ എക്സിന് പകരം നമുക്ക് എഴുതാം g of y is equal to y minus 3 by 4. അപ്പൊ f of x 4x plus 3യും
ജി ഓഫ് വൈ എന്ന് പറയുന്നത് y-3/4 എക്സിന് ഇവിടെ 4x+3 ആണ് ഇമേജ് എന്നുണ്ടെങ്കിൽ ഇവിടെ y വന്നാൽ ഇപ്പുറത്ത് y-3/4 ആണ് വരിക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. എഫിന്റെ ഇൻവേഴ്സ് ജി ആവണമെങ്കിൽ ആദ്യം നമ്മൾ എഫ് ജി ഓഫ് എക്സ് എടുക്കുക. സോറി, ജിഒ എഫ് ഓഫ് എക്സ്, എഫിന്റെയും ജിയുടെയും കോമ്പസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 4x+3. ജി ഓഫ് വൈ എന്താണ്? y-3/4. അപ്പൊ ജി ഓഫ് 4x+3 എന്താണ്? 4x+3 -3/4. ഇവിടെ വൈക്ക് പകരം നമ്മൾ 4x+3 കൊടുത്തു. 3 - 3 പോയി എക്സ്. ജിഒ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ ജിഒ എഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ വന്നു. ഇനി ഇതേപോലെ തന്നെ എഫ് ജി ഓഫ് വൈ, എഫ് ഓഫ് ജി ഓഫ് വൈ, എഫ് ഓഫ് what is g of y? y-3/4. f of x 4x+3. അപ്പൊ f of y-3/4 4 into y-3/4 plus 3. 4 cancel ആയി, -3 + 3 cancel ആയി, y ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി. രണ്ടും ഐഡന്റിറ്റി ഫംഗ്ഷൻ വന്നു. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആണ് ജി, എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി. ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇതാണ് ഇൻവേഴ്സ് കാണുന്ന ഒരു മെത്തേഡ്. ഇത് എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇൻവേഴ്സ് കാണുന്ന ഒരു മെത്തേഡാണ്. ആദ്യം എഫ് ഓഫ് എക്സ്, അതിന് y എന്ന് കൊടുക്കുക. y-3 = 4x. എക്സ് കാണും. ആ എക്സിന് പകരം നമ്മൾ ജി ഓഫ് വൈ എന്നിട്ട് കൊടുക്കുക. ഈ രണ്ട് ഫംഗ്ഷന്റെയും കോമ്പസിഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നോട്ട്. കൺസിഡർ എഫ് ഫ്രം r plus to 4 to infinity given by f of x is equal to x square plus 4. Show that f is f inverse of f given by f inverse y is equal to root of y minus 4, where r plus is the set of all non-negative real numbers. നോക്കൂ, വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പൊ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4. ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ y നമ്മൾ കൊടുക്കുക. ദെൻ y മൈനസ് 4 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു root of y minus 4. എഫ് ഓഫ് എക്സ്, ഈ എക്സിന് പകരം ഇനി ചെയ്യേണ്ടത് ലെറ്റ് ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 4. ഇനി ഇതിന്റെ രണ്ടിന്റെയും കോമ്പസിഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണോ നോക്കുക. GOF of x is equal to G of f of x. G of what is f of x? X square plus 4. ഈ എഫ് ഓഫ് എക്സിന് ഈ ജി ഓഫ് വൈന് വൈക്ക് പകരം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 4 കൊടുക്കുക. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4
-4 എന്ന് വരും അല്ലെ, ഇവിടെ -4 അല്ലേ, കട്ടാവും. റൂട്ട് എക്സ് സ്ക്വയർ ഈസ് എക്സ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇനി എഫ് ഓ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ. എഫ് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് വൈ? റൂട്ട് വൈ -4. എഫ് ഓഫ് റൂട്ട് വൈ -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം റൂട്ട് വൈ -4. അപ്പൊ റൂട്ട് വൈ -4 ഹോൾ സ്ക്വയർ പ്ലസ് 4. സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് പോയി അല്ലെ, അപ്പൊ y -4 പ്ലസ് 4 y, ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? G is the inverse of F. That is F inverse. G is equal to F inverse. G ആണ് F ന്റെ, ഇതാണ് ഇതിന്റെ ഇൻവേഴ്സ്. അപ്പൊ F inverse എന്ന് എഴുതുക ഏതിന്? G ക്ക്. F inverse y, G എന്ന് പറയുന്നത് F ന്റെ ഇൻവേഴ്സ്, അതുകൊണ്ട് F inverse y എഴുതി. F inverse y is equal to root of y -4. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Given by F inverse y is equal to root of y -4. Consider f from r plus to -5 to infinity is given by f of x is equal to 9x square plus 6x minus 5. Show that f is invertible. F inverse y is equal to root of y plus 6 minus 1 by 3. Here f of x is equal to 9x square plus 6x minus 5. നമുക്ക് ഈ എഫ് ഓഫ് എക്സിന് വൈ എന്ന് എഴുതുക അല്ലെ. വൈ ഇസ് ഈക്വൽ ടു, ഈ സ്റ്റെപ്പ് ഓർമ്മിച്ച് വെക്കുക. എഫ് ഓഫ് എക്സിന് പകരം ആദ്യം അവിടെ വൈ നമ്മൾ കൊടുക്കുക. 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5. ഇനി ഇവിടുന്ന് എക്സ് കാണുകയാണ് വേണ്ടത്. എക്സ് കാണുന്നതിന് മുന്നേ വാട്ട് ഈസ് 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ? അക്കോർഡിംഗ് ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇറ്റ് വിൽ ബി 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1. അപ്പൊ ഈ -5നെ നമ്മൾ എന്തെഴുതിച്ചാല് y is equal to 9x square plus 6x plus 1 minus 6. 1 minus 6 minus 5 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഈ 9x square plus 6x plus 1നെ y is equal to 3x plus 1 whole square എന്ന് കൊടുക്കാം. 3x plus 1 whole square minus 6. Okay അല്ലേ? That is y plus 6 is equal to 3x plus 1 whole square. Taking square root, root of y plus 6 is equal to 3x plus 1. Plus 1 mode. Root of y plus 6 minus 1 is equal to 3x. That is x is equal to root of y plus 6 minus 1 by 3. അങ്ങനെ x കിട്ടിയാൽ ആ xന് നമ്മൾ g of y എന്നിടുക. Let g of y is equal to root of y plus 6 minus 1 by 3. G of y. ഇനി ഇതിന്റെ രണ്ടിന്റെയും കോമ്പോസിഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. GOF of x, G of f of x, G of what is f of x? 9x square plus 6x minus 5. ഇനി G of y ൽ എവിടെ y കാണുന്നോ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? 9x square plus 6x minus 5. അപ്പൊ റൂട്ട് ഓഫ് 9x square plus
6x minus 5 plus 6 minus 1 by 3 is equal to ഇതെന്തായി റൂട്ട് ഓഫ് 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 അല്ലേ 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5 പ്ലസ് 6 പ്ലസ് 1 മൈനസ് 1 ബൈ 3 ഇത് 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ 3 റൂട്ട് സ്ക്വയർ റൂട്ട് സ്ക്വയർ പോയി 3x പ്ലസ് 1 മൈനസ് 1 ബൈ 3 ക്യാൻസൽ ആയി എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ GOF of x is equal to identity function and FOG of y is equal to f of g of y. F of what is g of y? Root of y plus 6 minus 1 by 3. f of x എവിടെ x കാണുന്നു അവിടെ നമ്മൾ ഏത് റൂട്ട് ഓഫ് y plus 6 minus 1 by 3 അപ്പൊ 9 into root of y plus 6 minus 1 by 3 whole square 9x square plus 6x 6 into what is x root of y plus 6 minus 1 6x minus 5 is equal to ഇവിടെ 3 സ്ക്വയർ ചെയ്താൽ 9 9 ക്യാൻസൽ ആയി പോകും a മൈനസ് ബി ഹോൾ സ്ക്വയർ റൂട്ട് y പ്ലസ് 6 ന്റെ എക്സിന്റെ സ്ക്വയർ y പ്ലസ് 6 മൈനസ് 2 റൂട്ട് y പ്ലസ് 6 മൈനസ് 1 a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ പ്ലസ് 1 6 into root of y plus 6 plus 6 root y plus 6 minus 6 minus 5 നോട്ട് ആ നോട്ടില് ഒരു ചെറിയത് അതായത് നമ്മൾ നേരത്തെ എഴുതിയത് എഫ് ഓഫ് ജി ഓഫ് വൈ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് റൂട്ട് ഓഫ് y പ്ലസ് 6 മൈനസ് 1 ബൈ 3 ഈ എഫ് ഓഫ് എക്സ് ആണല്ലോ നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5നെയാണ് 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 6 എന്ന് എഴുതിയത്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് സിമ്പിൾ. നേരത്തെ എഴുതിയതിലുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ 3 ഇൻറ്റു നമ്മൾ നേരത്തെ ഇവിടെ എക്സ് വരെ എഴുതിയതിനു ശേഷമുള്ളതില് എഫ് ഓഫ് ജി ഓഫ് വൈ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ എഫ് ഓഫ് എക്സിനെയാണല്ലോ നമ്മൾ 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 6 എന്ന് എഴുതിയത്. ഇപ്പൊ 3 ഇൻറ്റു ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? റൂട്ട് ഓഫ് y പ്ലസ് 6 മൈനസ് 1 ബൈ 3 ഹോൾ സ്ക്വയർ മൈനസ് 6 റൂട്ട് ഓഫ് y പ്ലസ് 6 സോറി 3x 3 കൂടി അല്ലേ സ്ക്വയർ 3x പ്ലസ് 1 3 ഇൻറ്റു എക്സിന് പകരം റൂട്ട് ഓഫ് y പ്ലസ് 6 മൈനസ് 1 ബൈ 3 പ്ലസ് 1 അപ്പൊ 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലെ മൈനസ് 6 അപ്പൊ ഈ 3 ഓക്കെ അല്ലേ? അപ്പൊ ഈ 3 ക്യാൻസൽ ആയി പോകും. 3 ക്യാൻസൽ ആയി പോകും. y പ്ലസ് 6 ഹോൾ സ്ക്വയർ മൈനസ് 1 അപ്പൊ ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആയി പോകും. റൂട്ട് y പ്ലസ് 6ന്റെ സ്ക്വയർ എന്തായി? y പ്ലസ് 6 മൈനസ് 6 അപ്പൊ എന്തായി കിട്ടി? നോക്കിയേ y കിട്ടി.
അപ്പൊ ഐഡന്റിറ്റി ഫംഗ്ഷനായി, ഇവിടെയും നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷനായി എഫ് ഒ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ, ജി ഒ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ജി ആണ് എക്സിന്റെ ഇൻവേഴ്സ്. അപ്പൊ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? y root of y plus 6 minus 1 by 3. g of y is equal to root of y plus 6 minus 1 by 3 is the inverse of f. Is the inverse of f. രണ്ടു മൂന്ന് തവണ എഴുതി നോക്കണം, എന്നാലേ ഒന്ന് ക്ലിയർ ആവുള്ളൂ കേട്ടോ.